welcome to our amazing world. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാം. One journey, lots of facts. One journey, lots of facts. Dilna and her friend Nasia are planning for a study tour. സ്റ്റഡി ടൂർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് ദിൽനയും നസിയയും കൂടി. നസിയ വാണ്ട്സ് ടു ഗോ ടു എ സൂ ആൻഡ് ദിൽന ടു എ പാർക്ക്. നസിയയ്ക്ക് എവിടെ പോകണം? സൂവിൽ പോകണം. ദിൽനയ്ക്കോ? പാർക്കിൽ. നോ പ്രോബ്ലം, വിൽ ഗോ ടു ബോത്ത് സൂ ആൻഡ് പാർക്ക്. ഓക്കെ, നമുക്ക് രണ്ടിടത്തും പോവാം. നൗ വി വിൽ സ്പ്ലിറ്റ് ഈച്ച് ക്ലാസ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 10. ഈച്ച് ഗ്രൂപ്പ് മസ്റ്റ് ഹാവ് എ ലീഡർ ഓൾസോ, ടീച്ചർ സെഡ്. ടീച്ചർ പറയും സാരമില്ല, നമുക്ക് സൂവിലും പോവാം പാർക്കിലും പോവാം. ആദ്യം നമുക്ക് ഓരോ ക്ലാസ്സിലെ കുട്ടികളെ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡറും ഉണ്ടാവും. ചിൽഡ്രൻ ഓഫ് ക്ലാസ് 3 മെയ്ഡ് 3 ഗ്രൂപ്പ്സ് ഓഫ് 10 ഈച്ച്. കണ്ടോ, 3ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ അവർ 3 ഗ്രൂപ്പ്സ് ഉണ്ടാക്കി. 10 കുട്ടികൾ വീതമുള്ള 3 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് കണ്ടോ? 1 2 3 അങ്ങനെ 10 കുട്ടികൾ വീതമുള്ള 3 ഗ്രൂപ്പായിട്ട് 3ാം ക്ലാസ്സുകാരെ തിരിച്ചു. ഹൗ മെനി ചിൽഡ്രൻ ഫ്രം ക്ലാസ് 3 ആർ ഇൻ ദ ട്രിപ്പ്? അപ്പോൾ എത്ര കുട്ടികൾ കാണും ക്ലാസ് 3ൽ? 3 ഗ്രൂപ്പ് ഓഫ് 10 ഉണ്ട് അല്ലേ? ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികൾ, അടുത്ത ഗ്രൂപ്പിൽ 10 കുട്ടികൾ, അതിനടുത്ത ഗ്രൂപ്പിൽ 10 ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര കുട്ടികളുണ്ടാവും? 10 + 10 + 10 = 30. ക്ലാസ് 4 സ്റ്റുഡൻസ് ടേൺഡ് ഇൻ ടു 5 ഗ്രൂപ്പ്സ് ഓഫ് 10 ഈച്ച്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 5 ഗ്രൂപ്പ് ഉണ്ടായി. 10 പേര് വീതമുള്ള 5 ഗ്രൂപ്പ് ഉണ്ടായി. സോ ഹൗ മെനി ചിൽഡ്രൻ ഫ്രം ക്ലാസ് 4 പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ട്രിപ്പ്? 50. 5 ഗ്രൂപ്പ്സ് ഓഫ് 10 ഈച്ച് അല്ലേ? അതായത് 10 + 10 + 10 + 10 + 10 അങ്ങനെ 5 വട്ടം 10 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50. യെസ്. ചിൽഡ്രൻ ഓഫ് ക്ലാസ് 1 and 2 ആർ ഓൾസോ ദെയർ. അപ്പോൾ 1ലും 2ലും കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്കും വരണം ടൂറിനെന്ന് പറഞ്ഞു. ദ 2 ക്ലാസ്സസ് ടുഗെദർ ബിക്കം 2 ഗ്രൂപ്പ്സ്. അപ്പം 2 ക്ലാസ്സും കൂടെ, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും കൂടെ എടുത്തപ്പോൾ 2 ഗ്രൂപ്പ് കുട്ടികളെ വന്നുള്ളൂ. അവർ കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ എല്ലാ കുട്ടികളൊന്നും ടൂറിന് വന്നില്ല. അപ്പോൾ അവർ 1ലെയും 2ലെയും കുട്ടികളെ കൂടെ ചേർത്തപ്പോൾ 2 ഗ്രൂപ്പേ കിട്ടിയുള്ളൂ. അതായത് 10 വെച്ചൊരു ഗ്രൂപ്പ്, 10 വെച്ചൊരു ഗ്രൂപ്പ്. അപ്പോൾ എത്ര കുട്ടികളുണ്ട് 1ലെയും 2ലെയും കൂടെ ചേർത്ത്? 20. ഹൗ മെനി ഗ്രൂപ്പ്സ് ഇൻ ഓൾ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഴുവൻ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടാവും? 3 ഗ്രൂപ്പ്സ് ഫ്രം ക്ലാസ് 3, 5 ഗ്രൂപ്പ്സ് ഫ്രം ക്ലാസ് 4, 2 ഗ്രൂപ്പ്സ് ഫ്രം 1 ആൻഡ് ക്ലാസ് 2 ടുഗെദർ. അപ്പോൾ മൊത്തം എത്ര ഉണ്ടാവും? 3 + 5 is equal to 8. 8 + 2 is equal to 10. 10 groups. യെസ്, വെരി ഗുഡ്. 10 ഗ്രൂപ്പ്സ് ഇൻ ഓൾ അല്ലേ? അപ്പോൾ മൊത്തം എത്ര കുട്ടികൾ കാണും? 10 കുട്ടികൾ വെച്ചിട്ടുള്ള 10 ഗ്രൂപ്പ് ഉണ്ട്. നോക്കിക്കേ, 10 വെച്ചിട്ട് 10 ടൈംസ് കൂട്ടിയേക്കുന്നുണ്ടോ? 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 എത്രയാണ്? 100. വെരി ഗുഡ്. നൗ ഫിൽ അപ്പ് ദ ടേബിൾ. ഒരു ടേബിൾ കൊടുത്തേക്കുന്നുണ്ടോ? എന്താ ആദ്യം കൊടുത്തേക്കുന്നേ? 10 + 10 എത്രയാണെന്നാണ് കൊടുത്തേക്കുന്നേ? 20. അടുത്ത 10 + 10 + 10. 10 3 ടൈംസ് വരുമ്പോൾ എത്രയാ? 30. 10 + 10 + 10 4 പ്രാവശ്യം വരുമ്പോൾ 40. ഓക്കെ. അതുപോലെ 5 ടൈംസ് 50. അതുപോലെ ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ഫാദർ ഗേവ് ദിൽന 4 10 rupee നോട്ട്സ്. എന്താ കൊടുത്തേ? 4 10 rupee നോട്ട്സ് കൊടുത്തു. നസിയാസ് ഫാദർ ഗേവ് ഹർ 3 10 rupee നോട്ട്സ്. നസിയയുടെ ഫാദർ എത്ര 10 rupee നോട്ട്സ് കൊടുത്തു? 3. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ടുഗെദർ? 2 പേർക്കും കൂടി എത്ര രൂപ കിട്ടിയെന്ന്? ദിൽനയ്ക്ക് 4 10 rupee നോട്ട്സ് കിട്ടി, നസിയയ്ക്ക് 3 10 rupee നോട്ടും കിട്ടി. അപ്പോൾ ടോട്ടൽ എത്ര 10 rupee നോട്ട്സ് ഉണ്ട്? 7 10 rupee നോട്ട്. അപ്പോൾ എത്ര രൂപയുണ്ട് 7 10 rupee നോട്ട്സ് വരുമ്പോൾ? 70. യെസ്, 70 rupees. കിങ്ങിണി ട്രാവൽസ്. ദ ജേർണി ഈസ് ഇൻ കിങ്ങിണി ട്രാവൽസ് ബസ്. അപ്പോൾ അവർ ടൂർ പോകുന്ന ബസ്സിൻ്റെ പേരെന്താ? Kingani Towers. ബസ്. ദ ബസ് സ്റ്റാർട്ടഡ് അറ്റ് 9 o'clock. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ബസ്. ചിൽഡ്രൻ ഓഫ് ക്ലാസ് 1 ആർ ഇൻ ദ ഫ്രണ്ട് സീറ്റ്. ആദ്യം ഫ്രണ്ട് സീറ്റിൽ കൊച്ചു കുട്ടികളാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്. സീ ദ പിക്ചർ. കണ്ടോ? പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു സീറ്റിൽ എത്ര കുട്ടികൾ വെച്ചായിരിക്കുന്നേ? എത്ര കുട്ടികളുണ്ട് ഒരു സീറ്റിൽ? 2. വെരി ഗുഡ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ 1 seat is equal to 2. So 6 groups of 2 each.
ഹൗ മെനി ഇൻ ഓൾ? നമ്മൾ കണ്ടില്ലേ 6 ഗ്രൂപ്പ് ഉണ്ട്. അവർ രണ്ട് പേര് വെച്ചിട്ട് ഒരു സീറ്റിൽ ഇരിപ്പുണ്ട്. അങ്ങനെ 6 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേര് വരും? 2 + 2 + 2 + 2 + 2 + 2 എത്രയാണ്? 2 + 2 4 + 2 6. 6 + 2 8. 8 + 2 10. 10 + 2 12. വെരി ഗുഡ്. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 12. ചിൽഡ്രൻ ഓഫ് ക്ലാസ് 2 സിറ്റ് ബിഹൈൻഡ് ദം. ആദ്യം 1ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ ഇരിക്കുന്നത്. അവരുടെ പുറകിലായിട്ട് 2ാം ക്ലാസ്സിലെ കുട്ടികളിരിക്കുന്നത്. ഫ്രണ്ടിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളിരിക്കും. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 2ാം ക്ലാസ്സിലെ കുട്ടികളിരിക്കുന്നത്. 2 ഈച്ച് ഇൻ 4 സീറ്റ്. 4 സീറ്റുകളുണ്ട്. ഈ 4 സീറ്റിലും 2 കുട്ടികൾ വെച്ചാണ് ഇരിക്കുന്നത്. ഹൗ മെനി ഫ്രം ക്ലാസ് 2? 4 ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച്. മനസ്സിലായോ? അതായത് ആദ്യം 1ാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. അവർ 2 പേര് വെച്ച് 6 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ 1ാം ക്ലാസ്സിൽ 12 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ തൊട്ട് പുറകിലായിട്ട് 2ാം ക്ലാസ്സുകാരായിരിക്കുന്നത്. 2ാം ക്ലാസ്സുകാർ 4 സീറ്റിൽ 2 പേര് വെച്ചിരിപ്പുണ്ട്. അതായത് 2 + 2 + 2 + 2 2 കുട്ടികൾ വെച്ച് 4 സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വരും? 2 + 2 എത്രയാ? 4. 4 + 2 6. 6 + 2 8. അപ്പോൾ 2ാം ക്ലാസ്സിൽ 8 കുട്ടികൾ ഉണ്ട് അല്ലേ? ഈ പാരറ്റിനെ കണ്ടോ? ഈ പാരറ്റ് എന്തോ പറയുന്നുണ്ടല്ലോ. 4 2s ആഡഡ് ടുഗെദർ മേക്സ് 8 അല്ലേ? അതൊക്കെ കണ്ടില്ലേ നമ്മൾ? 4 വട്ടം 2 ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? 4 2s ആഡഡ് ടുഗെദർ മേക്സ് 8. This is read as 4 times 2 is 8. കണ്ടോ? 4 times 2 വരുമ്പം എന്താ ആൻസർ വരുന്നത്? 8. We write it as 4 into 2 is equal to 8. നമ്മൾ എങ്ങനെ അതിനെ വായിക്കുക? 4 times 2 is 8. പറഞ്ഞേ. 4 times 2 is 8. പറയ്. 4 times 2 is 8. വെരി ഗുഡ്. ഹൗ മെനി ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 ചിൽഡ്രൻ വെൻ ഫോർ ദ ട്രിപ്പ്? എത്ര പേര് പോയി ക്ലാസ് 1 നിന്നും 2 നിന്നുമായിട്ട്? 10 സീറ്റ്സ് ഓഫ് 2 ഈച്ച് അല്ലേ? ആദ്യം 1ാം ക്ലാസ്സിലെ കുട്ടികൾ 6 സീറ്റിലിരിപ്പുണ്ടായിരുന്നു. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 4 സീറ്റിലുണ്ടായിരുന്നു. അങ്ങനെ 6 + 4 10 സീറ്റിൽ കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു അല്ലേ? 1ലെ 2ലായിട്ട്. അപ്പോൾ 10 സീറ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 2 + 2 + 2 + 2 + 10 ടൈംസ് ആഡ് ചെയ്യണം. 10 times 2 വരുമ്പോൾ എത്രയാണ്? 20. മോട്ടോർ റാലി. ദേ സോ എ മോട്ടോർ റാലി ഡ്യൂറിങ് ദ ജേർണി. അവരിങ്ങനെ ടൂറിന് പോയിക്കൊണ്ടിരുന്നപ്പം നോക്കിയപ്പോൾ ഒരു മോട്ടോർ റാലി പോവാണ്. കുറേ ആളുകൾ പോകുന്ന കണ്ടിട്ടില്ലേ നമ്മൾ? അതാ എത്ര മോട്ടോർ സൈക്കിൾ ഉണ്ട് അതിനകത്ത്? 1 2 3 4 5 6 7. വെരി ഗുഡ്. എത്ര പേരുണ്ട് അതിനകത്ത്? 2. 7 മോട്ടോർ സൈക്കിൾസ്, 2 persons ഈച്ച് ഇൻ എ മോട്ടോർ സൈക്കിൾ. ഹൗ മെനി ഇൻ ഓൾ? അപ്പം 7 മോട്ടോർ സൈക്കിൾ ഉണ്ട്. അപ്പോൾ അതിൽ 2 പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? എങ്ങനെ ചെയ്ത് നോക്കാം? താഴെ അതിൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. നമ്പർ ഓഫ് മോട്ടോർ സൈക്കിൾ 7. നമ്പർ ഓഫ് റൈഡേഴ്സ് ഇൻ ഈച്ച് മോട്ടോർ സൈക്കിൾ. മോട്ടോർ സൈക്കിളിൽ എത്ര പേര് വെച്ചിട്ടുണ്ട്? 2. ടോട്ടൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? 2 + 2 + 2 7 ടൈംസ് അല്ലേ? 7 times 2 is equal to 2 + 2 എത്രയാണ്? 2 + 2 4. 4 + 2 6. 6 + 2 8. 8 + 2 10. 10 + 2 12. 12 + 2 14. അപ്പോൾ 7 times 2 എത്രയാണ്? 14. റൈറ്റ് ആസ് ഷോൺ. കണ്ടോ? 18 എങ്ങനെയൊക്കെ എഴുതിയേക്കുന്നത് നോക്കിക്കേ. 2 വെച്ചിട്ട് എത്ര വട്ടം എഴുതുന്നുണ്ട്? 9 times 2 എഴുതുന്നുണ്ട് അല്ലേ? 9 into 2 18 ആണ്. 9 times 2 18 ആണ്. 9 ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച് എത്രയാണ്? 18 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 10നെ ഈ എഴുതിയേക്കുന്ന പോലെ എഴുതി നോക്കാം. അപ്പോൾ 10നെ എങ്ങനെ എഴുതാം? ദാ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. 2 + 2 + 2 + 2 എത്ര 2 ഉണ്ട്? 5. അപ്പോൾ എങ്ങനെ എഴുതാം? 5 times 2 എന്ന് എഴുതാം. 5 ഗ്രൂപ്പ്സ് ഓഫ് 2 എന്ന് എഴുതാം. 5 into 2 എന്നും എഴുതാം. ഇനി അടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം 8 into 2 എത്രയാണെന്ന്.
അപ്പോൾ എന്നാൽ ഇതൊന്ന് കൂട്ടി നോക്കിക്കേ. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 12, 12 + 2 14, 14 + 2 16, ആ അപ്പോൾ 8 × 2 എത്രയാണ്? 16. അപ്പോൾ ഇത്രയും 2 8 ടൈംസ് വരുമ്പോൾ 16. 8 ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച് 16. 8 ടൈംസ് 2 16. 14 എങ്ങനെ എഴുതാം? 7 ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച്. അപ്പം ബാക്കി വേസ് നമുക്ക് എഴുതി നോക്കാം. 7 ടൈംസ് 2 7 × 2 ബൈയിങ് ക്യാൻഡി. മിഠായി വാങ്ങിക്കാം. ദിൽന ആൻഡ് 3 ഫ്രണ്ട്സ് ബ്രോട്ട് 2 ക്യാൻഡീസ് ഈച്ച്. ദിൽനയും അവളുടെ 3 ഫ്രണ്ട്സ്. അപ്പോൾ എത്ര കുട്ടികളുണ്ട്? ദിൽനയുണ്ട്, പിന്നെ 1 2 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം മൊത്തം 4 കുട്ടികളുണ്ട്. അവർ എത്ര ക്യാൻഡീസ് വെച്ചാണ് വാങ്ങിച്ചേ? 2 ഈച്ച് വെച്ച് വാങ്ങിച്ചു. ഹൗ മെനി ക്യാൻഡീസ് ആർ ദെയർ ഇൻ ഓൾ? 4 കുട്ടികൾ 2 ഈച്ച്. 4 2 ഈച്ച്. അപ്പോൾ എത്ര വരും? 2 + 2 + 2 + 2 എത്രയാണ്? 4 ടൈംസ് 2 എത്രയാണ്? 4 times 2 is equal to 8. വെരി ഗുഡ്. അപ്പോൾ 8 ആയില്ലേ? ദ പ്രൈസ് ഓഫ് 1 ക്യാൻഡി ഈസ് 2 rupees. 8 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിൻ്റെ വില 2 rupees ആണ്, 2 രൂപയാണ്. ഫോർ ഹൗ മച്ച് ഡിഡ് ദേ ബൈ ക്യാൻഡീസ് ടുഗെദർ? ഒരെണ്ണത്തിന് 2 rupees വെച്ച് 8 എണ്ണം. 8 എണ്ണം 2 rupees. 2 ടൈംസ് 8 അപ്പോൾ എത്രയാണ്? 16. Total children equal to 4. Number of candies for each child is equal to 2. So total candies is 4 times 2 equal to 8. Price of 1 candy is equal to ₹2. So total cost is 8 times 2. 8 കുട്ടികളല്ലേ ഉള്ളത്. അപ്പോൾ 2 രൂപ വെച്ച് 8 times 2 equal to 16 rupees. Thank you for watching. Please share and subscribe.